ഇന്നലെ സ്വേച്ഛാധിപതികളും ക്യാപ്റ്റനും പിന്നെ ഹൗസിലുള്ള മറ്റ് മത്സരാർത്ഥികളും എല്ലാം ചേർന്ന് അടുക്കള തിരിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു കോണ്ടന്റ് എന്ന് പറയുന്നത് അനുമോളിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ സംഭവിച്ച ആ ഒരു വലിയ കലാപത്തിന്റെ ഇടയിൽ അനുമോളുടെ ഈഗോ അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അനുമോൾ ഇങ്ങനെ അത് കൊടുക്കില്ല എടുക്കില്ല എന്നൊക്കെ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈവ് നമ്മൾ കറക്റ്റായിട്ട് കണ്ടുകൊണ്ടിരുന്നാൽ പോലും ഇത് എവിടെയാണ് ഈ അടി തുടങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ശരിക്കും പറഞ്ഞാൽ അടി തുടങ്ങിയത് ആ ഫോട്ടോ കത്തിച്ച ടാസ്കും ആ വടംവലി ടാസ്കും എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതിനുശേഷം ആ ഒരു അപ്പാനിയുടെയും ആര്യനും ഒക്കെ മറ്റേ അനുമോളെ അത്രയും പറഞ്ഞത് ഇതെല്ലാം അനുമോളുടെ ഉള്ളിൽ നല്ല പ്രൊവോക്ഡ് ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഓൾറെഡി ജിസേലിനോട് നല്ല കലിപ്പ് അനുമോൾ കൊണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ ഒരൊറ്റ കാര്യത്തിൽ തുടങ്ങാം. ഇന്നലത്തെ വഴക്കുകളൊക്കെ അവിടെ നിന്ന് അവസാനിച്ച് എല്ലാവരും ഒന്ന് ഓക്കെ ആയിട്ട് നിൽക്കുമ്പോൾ റെന ഫാത്തിമയ്ക്ക് കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കണം എന്നൊക്കെ കിടന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തോ ഒരു ഗ്രേവി ടൈപ്പ് ഒരു ബീൻസ് കറി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു തരത്തിൽ അനുമോള് സമ്മതിക്കില്ല. ഇപ്പോഴത്തെ ഇന്നലത്തെ ആ ഒരു കിച്ചണിന്റെ അവസ്ഥ വെച്ചിട്ട് അനുമോള് സമ്മതിക്കാതിരിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എല്ലാവരും ഇപ്പൊ കറിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ അക്കൂട്ടത്തിൽ പറയുന്നുണ്ട് അതെന്തായാലും അനുമോള് വഴക്കടിച്ചിട്ട് ഒരു കാര്യം തീരുമാനിച്ചായിരുന്നു, റെന വെക്കുന്നെങ്കിൽ വെച്ചോട്ടെ, അത് മറ്റുള്ളവർക്ക്, അതായത് കുറച്ചു പേർക്ക് റെന വെക്കട്ടെ, കുറച്ചു പേർക്ക് എന്നുള്ള രീതിയിലാക്കിയായിരുന്നു. എന്നിട്ടും റെന അത് ചെയ്യാൻ റെനയ്ക്ക് പറ്റിയില്ല. തോൽപ്പിച്ചു പറഞ്ഞു വിട്ടു, ഓടിച്ചു പറഞ്ഞു വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും അത് സംഭവിച്ചില്ല. അതിനുശേഷം ഇവിടുത്തെ റാണിയായിട്ട് വാഴ്ന്നുകൊണ്ടിരിക്കുന്ന സ്വേച്ഛാധിപതിയായിട്ടുള്ള ജിസേൽ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഫുഡ് കൊടുക്കുമ്പോൾ കറി അങ്ങോട്ട് കൊടുത്തില്ല. അതായത് അനുമോള് വെച്ചത് തക്കാളിക്കറിയാണ്, തക്കാളിക്കറി കൊടുക്കാതെ ആ തക്കാളിക്കറി മൊത്തത്തോടെ, അതായത് ആ ഒരു പാനകത്ത് വെച്ച ആ പാൻ ഉൾപ്പെടെ പൊക്കിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു അനുമോള്. അതൊക്കെ സത്യം പറഞ്ഞാൽ കാണേണ്ട കാഴ്ച തന്നെയാണ്. ശരിക്കും ഈ ഒരു അടുക്കളയിൽ അടി ഉണ്ടാവുക എന്ന് പറയുന്നത് സത്യത്തിൽ അത് ഈ സീസണിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ്. എല്ലാവരും വന്ന് അടി ഉണ്ടാക്കുന്നത് അടുക്കളയാണ്. അതുകൊണ്ടാണോ എന്താണെന്നറിയത്തില്ല, അടുക്കള വിട്ട് ഒരു കളിയില്ല എന്ന് അനുമോള് പറയുന്നുണ്ട്. അടുക്കള എന്നെ ഇവിടുന്ന് എന്ത് ചെയ്താലും ഞാൻ പോകത്തില്ല, ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് തന്നെ എന്നെ പറഞ്ഞു വിട്ടാലും ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അനുമോൾ ഇരിക്കുന്നത്. ഇനി അനുമോളെ കുറിച്ച് കുറച്ച് ജനറൽ ആയിട്ട് പറയാം. അതായത് കഴിഞ്ഞ സീസണിലും അതിന് മുമ്പത്തെ സീസണിലും ഒക്കെ ഒരു സ്ത്രീ കഥാപാത്രത്തെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് പോസിറ്റീവ് പറയാറുണ്ട്, നെഗറ്റീവ് പറയാറുണ്ട്. പക്ഷെ നെഗറ്റീവ് എന്നുള്ള രീതിയിൽ ഒരു ക്യാരക്ടറിനെ നന്നായിട്ട് അങ്ങോട്ട് വലിച്ചു കീറും. അത്തരത്തിൽ ഈ സീസണിൽ എല്ലാവരും പ്രതീക്ഷിച്ച് കരുതിയിരുന്ന ഒരു വ്യക്തി സത്യത്തിൽ രേണുസുതിയാണ്. അതുകൊണ്ടാണ് ഞാൻ രേണുസുതിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തത്. അതായത് ഒരാൾക്ക് ഒരു സമൂഹം മുഴുവൻ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ആ സ്ത്രീയിൽ കാണുന്ന എല്ലാ ചാബല്യങ്ങൾ എന്ന് പറയാം. അതായത് ഒരു സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്യൂ, ഇതൊക്കെ പറയൂ, ഇങ്ങനെയൊക്കെ കാണിക്കൂ, ഭരിക്കാനൊന്നും അറിയില്ല എന്ന് ആ ഒരു ഹൗസിൽ ഒരു സ്ത്രീയെ അങ്ങനെ മുദ്ര കുത്തണം. പക്ഷെ വൃത്തിയുടെ കാര്യത്തിൽ ആ സ്ത്രീയെ മുദ്ര കുത്താൻ ഇവിടെ അനുമോള് അങ്ങനെയല്ല. നല്ല വൃത്തിയൊക്കെയുള്ള, അടുക്കളയിൽ പാചകമൊക്കെ നന്നായിട്ട് ചെയ്യുന്ന, സംസാരിക്കുമ്പോൾ കുറച്ച് കരയുമെങ്കിലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറയാൻ അറിയുന്ന ആള് തന്നെയാണ്. അങ്ങനെ ആയതുകൊണ്ട് അനുമോളോട് കൂടുതൽ ഇവിടെയുള്ള എല്ലാവർക്കും, ഇപ്പൊ വീട്ടിലുള്ള എല്ലാവരും ഒന്നടങ്കം വെറുത്തിരിക്കുകയാണ്. ഇപ്പൊ പുതുതായിട്ടൊരു പ്രൊമോ വന്നപ്പോഴത്തേക്ക് ശൈത്യടുത്ത് പോലും അനുമോള് തട്ടിക്കയറുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ റിലേ പോയി കിടക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഈ ഒരാഴ്ച ഒരു സ്വേച്ഛാധിപതികള്, അത് നെവിനും ജിസേലും, അതിലൊന്നും ഒരു വലിയ പ്രശ്നമൊന്നുമില്ല. ജിസേലും നെവിനും വന്നാൽ മാത്രമേ ഈ സ്വേച്ഛാധിപത്യം എന്ന് പറയുന്ന ഒരു സംഭവം നല്ല രീതിയിൽ എല്ലാവരുടെ ഇടയിൽ ട്രിഗറായി ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കൂ. അവിടെ വേറെ ആര് വന്നാലും അങ്ങനെ വരത്തില്ല. ഇപ്പൊ അനുമോള്, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അനുമോളാണ് ഈ സ്വേച്ഛാധിപതിയായിട്ട് വരുന്നതെങ്കിൽ ഒന്നാമത്തെ കാര്യം അനുമോള് പറയുന്നത് അവിടെ ആരെ അനുസരിക്കണം എന്നില്ല. പക്ഷെ അനുസരിച്ചാലും ഇല്ലെങ്കിലും അനുമോൾ ഒരു നല്ല ഭരണമൊക്കെ ആയിരിക്കും വെക്കാൻ പോകുന്നത്. അതായത് സ്ട്രിക്റ്റ് ആയിട്ട് നെവിൻ പഞ്ചസാര എടുക്കരുത്, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വേണ്ടതാണ്, ഇതൊക്കെ ആയിരിക്കും. പക്ഷെ ബാക്കി രണ്ടു പേർക്കും ഇത്തരത്തിലുള്ള ആ ഒരു നന്മമരം ഒന്നും ആവത്തില്ല. അവരെല്ലാവരും ഇപ്പൊ നന്മമരം എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവായിട്ട് കണക്കാക്കണ്ട, അത്രയും നല്ലതാവില്ല. ജിസേലാണെങ്കിലും നെവിനാണെങ്കിലും എല്ലാവരെയും ഇതിനകത്തൊക്കെ ഇട്ട് ഇളക്കി മറിച്ച് വെറുതെ ഒരു കാര്യവുമില്ലാതെ നെവിൻ ഇപ്പതാണ്ട് ഇങ്ങനെ ആണെങ്കിൽ, ഷാനവാസ് നിങ്ങൾ ഇങ്ങോട്ട് വരൂ, എന്നെ ഒന്ന് കാറ്റ് വീശി തരൂ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് തള്ളിക്കൊണ്ട് പോകൂ, ഉരുട്ടിക്കൊണ്ട് പോകൂ, ഇതൊക്കെ നെവിൻ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കോസ്റ്റ്യൂം ഉൾപ്പെടെ ആ രണ്ടുപേരും ചേഞ്ച് ചെയ്ത് വന്ന് നിന്നപ്പോഴത്തേക്കും ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു വലിയ ഒരു കലിപ്പ് അവിടെ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. പൊതുവെ അത് വിളിച്ചതുകൊണ്ട് ഒരു തെറ്റുമില്ല. അതൊക്കെ സ്ലട്ട് ഷെയ്മിങ് ആണെന്ന് പറഞ്ഞാലും അതവിടെ നടക്കുന്ന കാര്യമാണ്. അതായത്
അപ്പാനി ആദ്യം തൊട്ടേ കുറച്ചൊന്ന് ഇത്തിരി ട്രിഗേർഡായിട്ട് നിൽക്കുക. അപ്പാനിക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അപ്പാനി കുറച്ച് ഓവറായിട്ടൊക്കെ നിൽക്കുകയാണ്. നല്ല കാര്യം. ഈ ഓവറായി ബിഗ് ബോസിൽ ഓവറായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് സൂപ്പർ, നല്ല കോണ്ടന്റ് ഒക്കെ തരുന്നുണ്ട് എന്ന് പറയാനേ പറ്റൂ കേട്ടോ. അപ്പൊ അപ്പാനി ഇവിടെ നിന്നിട്ട് റാണി തമ്പ്രാട്ടി എന്നൊക്കെ പറഞ്ഞ് ജിസേലിനെ കാണുമ്പോൾ ഒരു ഇളക്കമൊക്കെ കാണിച്ചപ്പോഴത്തേക്കും നമ്മുടെ അനുമോൾ അവിടെ നിന്നുണ്ട് അല്ലെങ്കിൽ ഇവത്തുങ്ങൾക്കൊക്കെ പെണ്ണുങ്ങളെ കാണുമ്പോൾ കുറച്ച് ഇളക്കവാ. ഈ ഒരു ഡയലോഗ് ഒന്ന് കാഷ്വലായിട്ട് അടിച്ചു. ഈ പറഞ്ഞ ഡയലോഗ് എല്ലാവരും വളരെ കാഷ്വൽ ആയിട്ട് പുറത്ത് എവിടെയും അടിക്കുന്ന ഒരു ഡയലോഗ് തന്നെയാണ്. അത് കേട്ടോണ്ട് കുറച്ചു നേരം മിണ്ടാതെ നിന്നിട്ട് അപ്പാനി എടി അനുമോളെ നീ കൂടുതലാവരുത് എന്ന് പറഞ്ഞിട്ട് വൻ സീൻ ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ ആ സീനിന്റെ ഒരു ബിഹൈൻഡ് ദ തോട്ട് എന്ന് പറയുന്നത് അപ്പാനി ചിന്തിച്ചൊരു കാര്യം എവിടെ കിടക്കുകയെന്നറിയോ? അന്ന് നമ്മളെല്ലാവരെയും കാര്യമായിട്ട് മൊണ്ണാന്ന് വിളിച്ചു. ഇത് ഈ മൈക്കിൽ കൂടെ ഇത് കേൾക്കാൻ വേണ്ടി, ഇത് ബിഗ് ബോസ് കേൾക്കാൻ വേണ്ടിയിട്ടും അടുത്ത വെട്ടം ലാലേട്ടൻ വരുമ്പോൾ മിക്കവാറും എന്നെ തന്നെ പൊക്കി നിർത്തിയിട്ട് അനുമോൾ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എല്ലാവരും അത് കേൾക്കും. അപ്പൊ ഞാൻ ഇവിടെ പ്രതികരിക്കണം എന്ന് പറഞ്ഞ് ചാടി കയറി അപ്പാനി പ്രതികരിക്കുന്ന ഒരു സീനായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ ഒരു 2-3 സെക്കൻഡ് ഗ്യാപ്പ് വന്നതിന് ശേഷം അപ്പാനി ചാടി കയറി അനുമോളുടെ നേരെ തട്ടി കയറുകയാണ്. അവിടെ ആർക്കും അത് അത്ര വലിയ കാര്യമായിട്ട് തോന്നിയില്ല. പിന്നെ ആ ഒരു വീട്ടിൽ ജിസേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഭയങ്കര ഫാൻസ് ആണ്. അതിന്റെ റീസൺ അവരൊരു കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല ഒരു ലേഡിയൊക്കെ ആയിട്ടുള്ള ഒരുങ്ങിയൊക്കെ നടക്കുന്നത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ മലയാളി അല്ലാതെ പുറത്തുനിന്ന് വന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്തായാലും ഈ പ്രശ്നം ഉണ്ട് അവിടെ. അതുകൊണ്ട് തന്നെയാണ് അനുമോളിന്റെ മൊണ്ണവിളി നമുക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നാത്തത്. ഇനി എന്തായാലും അനുമോൾ എന്ന് പറയുന്നൊരു വ്യക്തിക്ക് ശരിക്കും അതിൻ്റെ അകത്ത്, അതായത് ബിഗ് ബോസ് വീട്ടിലെ മറ്റു മത്സരാർത്ഥികളുടെ ഇടയിൽ ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ബിഗ് ബോസിൽ എല്ലാ പ്രേക്ഷകരും ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആക്കാൻ സാധ്യതയുള്ള ഒരു വ്യക്തി എന്നായിരിക്കും മത്സരാർത്ഥികളുടെ ഇടയിൽ ഒരു സംസാരം വരാൻ പോകുന്നത്. പക്ഷേ പുറത്ത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ സപ്പോർട്ട് ഇനി കിട്ടാൻ പോകുന്നത് അനുമോൾക്ക് തന്നെയാണ്. പക്ഷെ അനുമോൾക്ക് ഇപ്പോൾ അത്രയും സപ്പോർട്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞ നമുക്ക് കഴിഞ്ഞ സീസണിലൊക്കെ ജാസ്മിൻ ജാഫറൊക്കെ അത്രയും ഹൈപ്പിൽ കയറി, അല്ലെങ്കിൽ ഈ പറയുന്ന റോബിനൊക്കെ ഭയങ്കര ഹൈപ്പായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. പക്ഷെ ഒന്നുകിൽ ഡയറക്റ്റ് എവിക്ഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് നമ്മളെല്ലാവരും കരുതി നോക്കി ഇത് ടോപ്പ് 5 വരും, ടോപ്പ് 1 വരും എന്നൊക്കെ. അനുമോള് ടോപ്പ് 5 എന്തായാലും വരും. അതേ കണക്കുള്ളൊരു എന്ന് വെച്ചാൽ ഡെയിലി കോണ്ടന്റ് ഉണ്ട്. അത് മാത്രമല്ല പ്രേക്ഷക സപ്പോർട്ട് ഇനിയും കൂടത്തേ ഉള്ളൂ, അതിനകത്തും സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇനി ഒരു വലിയൊരു ഗംഭീര അടിക്കുള്ള തുടക്കമൊക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.